ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 9th ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1 അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ 3ാമത്തെ ചാപ്റ്ററായ നത്തിങ് ട്വൈസ്. നത്തിങ് ട്വൈസ് എന്നുള്ളതൊരു പോയട്രിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയട്രിയുടെ മുഴുവനായിട്ടുള്ള റീഡിംഗ്, അതിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ, അതിൻ്റെ അപ്രിസിയേഷൻ അഥവാ ആസ്വാദനക്കുറിപ്പ്, അപ്രിസിയേഷനും ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നത്തിങ് ട്വൈസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. പാർട്ട് 2 ക്ലാസ്സിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പാർട്ട് 3 ക്ലാസ്സിലാണ് ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 1 കംപ്ലീറ്റ് ആവുന്നത്. കുറേ ആക്ടിവിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അവസാനം വരെയുള്ള ആക്ടിവിറ്റീസ് അടക്കം എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പാർട്ട് 3യിലാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഇതിൽ കൊടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് 9 ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് ലഭ്യമായിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ നത്തിങ് ട്വൈസിൻ്റെ അപ്രിസിയേഷൻ. നത്തിങ് ട്വൈസ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. എന്താണ്? ഇൻ കോൺസിക്വൻസ് ദ സോറി fact is that we arrive here improvised and leave without the chance to practice. സോ ഇത് ഒരു ഇന്നർ മീനിങ് ഉള്ള ഒരു പോയിട്രി ആണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൽ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടാമത് സംഭവിക്കുന്നില്ല എന്നിവിടെ പറയുന്നു അല്ലേ. ഒന്നും 2 തവണ സംഭവിക്കില്ല. നമ്മളിവിടെ അപ്രതീക്ഷിതമായി എത്തിയവരാണ് അല്ലേ. ഒരു പ്രാക്ടീസിനോ പരിശീലനത്തിനോ അവസരം ലഭിക്കാതെ നമ്മൾ തിരിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഒരു വേദനിപ്പിക്കുന്ന വസ്തുത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ല, എല്ലാ ജീവജാലങ്ങളും ഇവിടെ ജനിക്കുന്നു, മരിക്കുന്നു അല്ലേ. നമ്മളെ ആരും എന്താണ് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ജനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. നമുക്ക് കുറേ ഒരു പ്രാക്ടീസിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇംപ്രവൈസ് ചെയ്യാനുള്ള സമയമൊന്നും ഇവിടെ കിട്ടില്ല. അതിനു മുമ്പേ നമ്മൾ തിരിച്ചു പോകേണ്ട വരുന്നുണ്ട് അല്ലെ. മരണം വരും നമ്മൾ പോലും അറിയാതെ. ഈവൺ ഇഫ് ദർ ഇസ് നോ വൺ ഡംപർ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ്, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. അപ്പോൾ എന്താണ്? നമ്മളെക്കാൾ നോൺ ഡംപർ പറഞ്ഞാൽ നമ്മളെക്കാൾ മണ്ടൻ മറ്റാരും ഇല്ലെങ്കിലും നമ്മൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും വലിയ മണ്ടനാണെങ്കിൽ എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ് എന്നാണ് പറയുന്നത്. യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. നിങ്ങൾക്ക് ഈ ക്ലാസ് വേനൽക്കാലത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളോട് പറയാണ്, നമ്മൾ വിചാരിക്കും പിന്നെ ചെയ്യാം അല്ലേ, നമുക്ക് പിന്നീട് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇവിടെ ഒരു മണ്ടൻ എന്നുള്ളൊരു പ്രയോഗം വരുന്നത്. നമുക്ക് ഈ കോഴ്സ് നമ്മൾ പറയുന്ന പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ല ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. നമ്മൾക്ക് ഒരു ഇന്നലത്തെ ഡേ ആണോ ഇന്ന് അല്ല അല്ലേ. അപ്പോൾ ഒരു ഇന്നത്തെ ഈ നിമിഷം നമുക്കിനി കിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുമോ? ഇന്ന് നമ്മളിരുന്ന് ആലോചിക്കണോ ഇന്നലെ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി, ഇനി നമുക്കത് ലഭിക്കില്ല. അപ്പോൾ ഇന്നലെകൾ നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. No two nights will teach what bliss is in precisely the same way with precisely the same kisses. എന്താ പറയുന്നത്? അപ്പോൾ 2 രാത്രികളുടെ നോ 2 nights will teach what bliss is. 2 രാത്രികൾ കൊണ്ട് ആനന്ദം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരേ രീതിയിൽ കൃത്യമായിട്ട്. അതേപോലെ തന്നെ ഇൻ പ്രിസൈസ്ലി ഒരേപോലെ മനസ്സിലാക്കില്ല. 2 രാത്രികൾ 2 തന്നെ ആയിരിക്കും. അതേപോലെ ഒരേപോലത്തെ കിസ്സസ് ആയിരിക്കില്ല. ഒന്നും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല. One day perhaps some idle tongue mentions your name by accident. എന്താണ്? ഒരു ദിവസം ഒരു പക്ഷേ ഐഡലായിട്ടുള്ള അലസനായ ഏതോ ഒരാൾ യാദൃശ്ചികമായി നിങ്ങളുടെ പേര് പരാമർശിച്ചേക്കാം. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. എന്താണ്? ഒരു റോസാപ്പൂവ്, നിറവും നല്ല സുഗന്ധവുമുള്ള റോസാപ്പൂവ് നിങ്ങളുടെ മുറിയിലേക്ക് എന്താണ് സുഗന്ധം പരത്തുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. അതായത് ഇത് ലൈൻ്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നമുക്ക് ഡീറ്റെയിൽ അപ്രിസിയേഷൻ പറഞ്ഞു തരാം. ദ നെക്സ്റ്റ് ഡേ യു ആർ ഹിയർ വിത്ത് മീ.
അടുത്ത ദിവസം നീ ഇവിടെ എന്നോടൊപ്പം ഉണ്ടെങ്കിലും ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല. എ റോസ്, വാട്ട് കുഡ് ബി ദാറ്റ് ബി? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? ഒരു റോസോ അതെന്തായിരിക്കും? ഇത് പൂവോ അതോ പാറയോ എന്നാണ് ചോദിക്കുന്നത്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? എന്തിനാണ് നമ്മൾ ഒരു ദിവസത്തിന് അനാവശ്യമായ ഭയവും ദുഃഖവും കൊണ്ട് ക്ഷണികമായിട്ടുള്ള ഒരു ദിവസത്തെ നമ്മൾ കാണുന്നത്? നമുക്കിപ്പോൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദിസ് ടു ഷാൽ പാസ് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതും കടന്നു പോകും അല്ലേ? അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയോ ഒരുപാട് ടെൻഷനോട് കൂടിയോ അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ്സോട് കൂടിയോ ഒരു ദിവസത്തെ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരുപാട് ഫിയർ ആൻഡ് സോറോയുടെ കൂടെ കാണേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. അത് അതിൻ്റെ സ്വാഭാവികതയാണ്. അതൊരിക്കലും തുടർന്നുകൊണ്ടേയിരിക്കില്ല. നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അത് പോയിക്കൊണ്ടേയിരിക്കും. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ അല്ലേ? അപ്പോൾ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇന്ന് കഴിഞ്ഞു, നാളെയായി അല്ലേ? അതാണ് പ്രത്യേകത. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ ടു സീക്ക് എക്കോഡ് ബെനീത്ത് അവർ സ്റ്റാർ ഓൾദോ വി ആർ ഡിഫറെൻറ്റ് ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ. പുഞ്ചിരികളും ചുംബനങ്ങളും കൊണ്ട് നമ്മൾ ഈ നക്ഷത്രത്തിന് കീഴിൽ ഐക്യം തേടാനാണ് ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ ഒരുമിച്ച് നിൽക്കാനാണ് ഇഷ്ടപ്പെടേണ്ടത്. ഓൾദോ വി ആർ ഡിഫറെൻറ്റ്, നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ? 2 തുള്ളി വെള്ളം പോലെ ഓരോ ഡ്രോപ്സും വ്യത്യസ്തമല്ലേ? അതുപോലെ എല്ലാവരും വ്യത്യസ്തമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക? ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊരു മീനിങ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അപ്രിസിയേഷൻ ഒന്ന് നോക്കാം നമുക്ക്. മരിയ വിസൽവ അവരുടെയാണ് ഈ ഒരു പോയട്രി. അവരൊരു പോളിഷ് പോയിട്ടാണ്, ഒരു എസേയിസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം അപ്രിസിയേഷൻ. Nothing Twice by Wisława Szymborska is a profound philosophical meditation on the unique and unrepeatable nature of human existence. മനുഷ്യൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു സാധ്യതയോ ചാൻസോ അല്ല. നമ്മുടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് അല്ലേ? ഇന്നത്തെ ദിവസം നാളെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. The poem's central premise is that because time is linear and fleeting, no 2 moments, 2 നിമിഷങ്ങൾ നമുക്കില്ല. Emotions or experiences can ever be identical. Szymborska uses the metaphor of a course that is only offered once. അപ്പോൾ ഇവർ ഒരു കോഴ്സ് എന്ന ഒരു ടേം ഉപയോഗിക്കുന്നത് അതൊരു മെറ്റഫറാണ്. എന്താണ്? നമുക്കിവിടെ ഒരു കോഴ്സും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ജീവിതം എന്ന കോഴ്സ് നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സജസ്റ്റിംഗ് ദാറ്റ് ലൈഫ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇംപ്രൊവൈസേഷൻ വെർ വി അറൈവ് അൺപ്രിപ്പയർഡ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണല്ലേ? അൺപ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഓരോ ദിവസവും നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഡേ. ഒരു ദിവസം നമ്മൾ ഇവിടെ തിരിച്ചു പോകും ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ് ഓർ റിപ്പീറ്റ് അവർ ആക്ഷൻസ്. ദ ടോൺ ഓഫ് ദ പോയം ഷിഫ്റ്റ്സ് ഫ്രം എ യൂണിവേഴ്സൽ ഒബ്സർവേഷൻ ടു എ ഡീപ്ലി പേഴ്സണൽ റിഫ്ലക്ഷൻ ഓൺ ലവ് ആൻഡ് ഹ്യൂമൻ കണക്ഷൻ. ഇൻ ദ ലേറ്റർ ഹാഫ്, രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, സ്പീക്കർ ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ടെൻഷൻ ഓഫ് ബീയിങ് വിത്ത് എ ലൗഡ് വൺ, നോട്ടിങ് ഹൗ ഈവൻ ദ മോസ്റ്റ് ഫെമിലിയർ പ്രസൻസ് ക്യാൻ ഫീൽ ഡിഫറെൻറ്റ് ഫ്രം വൺ ഡേ ടു ദ നെക്സ്റ്റ്. ഇപ്പോൾ ഒരു ദിവസം തന്നെ അടുത്ത ദിവസത്തിലേക്ക് പോയാൽ നമുക്ക് പലതും വ്യത്യസ്തമായിട്ടാണ് തോന്നുക. ദ പോയറ്റ് യൂസസ് വിവിഡ് ഇമേജറി കമ്പയറിംഗ് പീപ്പിൾ ടു 2 drops ഓഫ് വാട്ടർ. മനുഷ്യനെ 2 തുള്ളി വെള്ളത്തോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓൺലി ടു സബ്വേർട്ട് ദ ക്ലിച്ച് by highlighting that despite their similarities, they remain distinct and unique individuals. Ultimately, the poem serves as an invitation to embrace the present moment despite its transience. Szymborska suggests that the fleeting nature of time is not a cause for sorrow. അപ്പോൾ ഈ പ്രകൃതം, ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഇത് മാറിക്കൊണ്ടേയിരിക്കും സമയത്തിനനുസരിച്ചിട്ട്. നമ്മളത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ബട്ട് റാദർ വാട്ട് ഗിവ്സ് ലൈഫ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് സിഗ്നിഫിക്കൻസ്. നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിന് നല്ല ഭംഗിയും ഇമ്പോർട്ടൻസും കിട്ടുന്നത് അത് ചെയ്യുക. ബൈ അക്സെപ്റ്റിംഗ് ദാറ്റ് ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഓക്കെ, ഇന്ന് എന്നുള്ളത് കടന്നു പോകും, നാളെ വരും അല്ലേ? അപ്പോൾ നമ്മളത് എപ്പോഴും ഓർക്കുക. The speaker finds a sense of peace and reason to seek harmony, concluding that the uniqueness of every smile and kiss is what makes the human experience truly extraordinary. അപ്പോൾ വളരെ നല്ലൊരു പോയിട്രിയാണ്. അതിൻ്റെ അപ്രിസിയേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.